ഷോയബ് അക്തറിന്റെ വേൾഡ് റെക്കോർഡ് തകർക്കാൻ കഴിയുന്ന ഒരേയൊരു പാകിസ്ഥാൻ ബൗളറായി ഒരു കാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു താരമായിരുന്നു പേസ് ബൗളർ ഹാരിസ് റൌഫ്. അദ്ദേഹത്തിന്റെ പേസ് ബാറ്റ്സ്മാൻമാരെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ നിർണായകമായ 2 പന്തുകളും മോശം പ്രകടനങ്ങളുടെ ഒരു പരമ്പരയും അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ തിരിച്ചടിയായി മാറി. ഒടുവിൽ റൺ മെഷീൻ എന്ന വിളിപ്പേര് നേടി അദ്ദേഹം സ്വന്തം സ്വപ്നങ്ങളെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. 2005 റാവൽപിണ്ടിയിൽ 12 വയസ്സുള്ളപ്പോൾ ടേപ്പ് ബോൾ ക്രിക്കറ്റിലൂടെയാണ് റൌഫിന്റെ യാത്ര ആരംഭിക്കുന്നത്. അസാധാരണമായ വേഗതയായിരുന്നു റൌഫിന്റെ പ്രധാന പ്രത്യേകത. മുതിർന്ന കളിക്കാർ പോലും അദ്ദേഹത്തിന്റെ പന്തുകൾ നേരിടാൻ പ്രയാസപ്പെട്ടിരുന്നു. റൌഫിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മുതിർന്നവർ അദ്ദേഹത്തെ ഒരു അക്കാദമിയിൽ ചേർക്കാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സാമ്പത്തിക പരാധീനതകൾ കാരണം ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ല. വർഷങ്ങൾ കടന്നുപോയി. 2017 24-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങും മുൻപേ തന്നെ അവസാനിച്ചുവെന്ന് തോന്നിച്ചു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് തോന്നിയ സമയത്താണ് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഫ്രാഞ്ചൈസിയായ ലാഹോർ കലന്തേഴ്സ് പാവപ്പെട്ട യുവതാരങ്ങൾക്കായി ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഈ അവസരം റൌഫ് മുതലെടുത്തു. ട്രയൽസിൽ തന്റെ ആദ്യ പന്തിൽ തന്നെ 151 കിലോമീറ്റർ വേഗത രേഖപ്പെടുത്തി അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു. എന്നാൽ കൃത്യമായ പരിശീലനത്തിന്റെ അഭാവം കാരണം അദ്ദേഹത്തിന്റെ ലൈനും ലെങ്തും സ്ഥിരതയല്ലാത്തതായിരുന്നു. റൌഫിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ലാഹോർ കലന്തേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തെ മികച്ച പേസ് പിച്ചുകളുള്ള ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം 2018 ഒരു പ്രാദേശിക T20 ലീഗിലും പിന്നീട് ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷ് ലീഗിലും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. 2019 യാതൊരു പ്രതിഫലവുമില്ലാതെ റൌഫ് ലാഹോർ കലണ്ടേഴ്സിന് വേണ്ടി PSL കളിച്ചു. 6 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റുകൾ നേടി അദ്ദേഹം ദേശീയ ടീം സെലക്ടർമാരുടെ ശ്രദ്ധയും പിടിച്ചുപറ്റി. 2020 റൌഫിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. T20യിലും ഏകദിനത്തിലും അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. ആദ്യ വർഷം അദ്ദേഹത്തിന്റെ പ്രകടനം ഭേദപ്പെട്ടതായിരുന്നു. എന്നാൽ 2021 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ റൺസ് വാരിക്കോരി നൽകിയതോടെ ടീമിൽ നിന്നും റൌഫ് പുറത്തായി. മോശം ഫോമിലായിരുന്നിട്ടും വേഗത മാത്രം പരിഗണിച്ച് റൌഫിനെ 2021 T20 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തി. ഇന്ത്യക്കെതിരായ ആദ്യ മത്സരത്തിൽ 25 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തി അദ്ദേഹം തന്റെ തിരഞ്ഞെടുപ്പ് ശരിയാണെന്ന് തെളിയിച്ചു. എന്നാൽ ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിലെ പ്രകടനമാണ് അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിച്ചത്. 22 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി. ഷഹീൻ ഷാ അഫ്രിഡി, നസീം ഷാ എന്നിവർക്കൊപ്പം പാകിസ്ഥാൻ ബൌളിംഗ് ത്രയത്തിലെ പ്രധാനിയായി ഹാരിസ് റൌഫ് മാറി. 2022 ഇംഗ്ലണ്ടിനെതിരായ T20 മത്സരത്തിൽ 155 കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞ് അദ്ദേഹം വേഗതയുടെ പര്യായമായി മാറി. ഷോയബ് അക്തറിന്റെ റെക്കോർഡ് റൌഫ് തകർക്കുമെന്ന് ആരാധകർ വിശ്വസിച്ചു. എങ്കിലും 2022 T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു നിർണായക തിരിച്ചടി നേരിട്ടു. അവസാന ഓവറുകളിൽ വിരാട് കോഹ്ലി റൌഫിന്റെ പന്തുകളിൽ തുടർച്ചയായി 2 സിക്സറുകൾ നേടി മത്സരം പാകിസ്ഥാന്റെ കൈകളിൽ നിന്നും തട്ടിയെടുത്തു. ഈ തോൽവിക്ക് റൌഫിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായില്ല. കാരണം കിങ് കോഹ്ലിയെ നേരിട്ടതിനാലാണ് അങ്ങനെ സംഭവിച്ചതെന്നായിരുന്നു ആരാധകരുടെ പക്ഷം. എന്നാൽ 2023 ഏകദിന ലോകകപ്പിൽ റൌഫിന്റെ പ്രകടനം ഇതുപോലെ തന്നെ തീർത്തും നിരാശാജനകമായിരുന്നു. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ബൗളറായി അദ്ദേഹം മാറി. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്നും കണക്കറ്റ് പ്രഹരം അന്ന് റൌഫ് ഏറ്റുവാങ്ങിയിരുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 533 റൺസാണ് വേൾഡ് കപ്പിൽ അദ്ദേഹം വിട്ടുകൊടുത്തത്. അദ്ദേഹത്തിന്റെ മോശം പ്രകടനം പാകിസ്ഥാന്റെ തോൽവിക്ക് ഒരു പ്രധാന കാരണവുമായി മാറി. തുടർന്ന് റൺ മെഷീൻ എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചു. 2024 റൌഫ് തന്റെ മോശം ഫോം തുടർന്നു. പുതുമുഖ ടീമായ USA-ക്കെതിരെ 4 ഓവറിൽ 37 റൺസ് വഴങ്ങിയതോടെ അദ്ദേഹം കൂടുതൽ പരിഹാസങ്ങൾക്ക് ഇരയായി മാറി. ടീമിൽ സ്ഥാനം നിലനിർത്താൻ പാടുപെടുന്ന റൌഫിന്റെ പ്രകടനം ഒരിക്കൽ പാക് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്ന ഒരു താരത്തിന്റെ കഷ്ടപ്പാടുകളാണ് ഓർമ്മിപ്പിക്കുന്നത്.